കഴക്കൂട്ടം ആര് തൂക്കും? കടമ്പുള്ള സുരേന്ദ്രനെ ഇവിടെ ജയിക്കുള്ളൂ. അതിൽ മാറ്റമൊന്നുമില്ല. കണ്ടറിയാം ഈ മാറ്റം, അനുഭവിച്ചറിയാം ഈ വികസനം. 10 മാറ്റേറും 10 വർഷങ്ങൾ. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന ഓടിട്ട കെട്ടിടത്തിൽ നിന്നും സ്വകാര്യ സ്കൂളുകളെ പോലും വെല്ലുന്ന അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കെട്ടിടം. സ്കൂൾ മധ്യത്തിൽ ആധുനിക മൾട്ടിപ്ലക്സ് ഗ്രൗണ്ട്, സ്മാർട്ട് ക്ലാസ്, 17 എയർ കണ്ടീഷൻഡ് ക്ലാസ് റൂമുകൾ, 5 സ്കൂൾ ബസ്സുകൾ, ആധുനിക സയൻസ്, കമ്പ്യൂട്ടർ, മാത്തമാറ്റിക്സ് ലാബുകളുമായി കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. ലിഫ്റ്റും ജനറേറ്ററും AC ക്ലാസ് റൂമുകളുമുള്ള മറ്റൊരു സർക്കാർ സ്കൂൾ, ശ്രീകാര്യം ഗവൺമെന്റ് ഹൈസ്കൂൾ. 9.5 കോടി രൂപ ചെലവാക്കി നിർമ്മിച്ച സംസ്ഥാനത്തെ ഏക സ്കൂൾ. കഴക്കൂട്ടം വിജയിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ വിജയിക്കും. ഇവിടെ അടുത്തായാലും നമ്മളെ സ്കൂള് നല്ല വികസനം, പുതിയ കെട്ടിടങ്ങളെല്ലാം വന്ന് കഴക്കൂട്ടം സ്കൂള്, അതേപോലെ തന്നെ ഇവിടെ എല്ലാ സ്കൂളും, വില്ലേജ് ആയാലും വില്ലേജ് ഓഫീസ് ആയാലും. കൂടാതെ കാട്ടായിക്കോണം, കുളത്തൂർ തുടങ്ങി പൊതുവിദ്യാഭ്യാസ മേഖലകളിൽ നടപ്പിലാക്കിയ വിപ്ലവകരമായ മാറ്റങ്ങൾ. പാങ്ങപ്പാറ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ, കേരളത്തിലെ ഏക ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ. ദേശീയപാത വികസനം, കഴക്കൂട്ടം എലവേറ്റഡ് ഹൈവേ, ശ്രീകാര്യം ഫ്ലൈ ഓവർ, സർവീസ് റോഡ് ടാറിംഗ് തുടങ്ങി ഒട്ടനവധി വികസന മുന്നേറ്റങ്ങൾ. വർഷങ്ങളായി കഴക്കൂട്ടത്തിന് കാവലായി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാർ, നാടിനെ തൊട്ടറിഞ്ഞ നാട്ടുകാരുടെ സഹാവ്. കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ നാം മുന്നേറി, നമ്മുടെ നാട് അതിവേഗം വളർന്നു. ഇടത് കോട്ടയിൽ മാറ്റൊലി കൊള്ളുന്ന ഈ ജനമുന്നേറ്റം കഴക്കൂട്ടത്തിന്റെ ഉജ്ജ്വല വിജയത്തിന്റെ വിളംബരമായി തന്നെ കാണാം. കഴക്കൂട്ടം ആര് തൂക്കും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തും.